കോൺഫിഡന്റ് റോയി ജീവനൊടുക്കിയത് എന്തിന്? കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവനൊടുക്കി എന്ന വാർത്ത ആർക്കും വിശ്വസിക്കാനാവുന്നില്ല. തൃശൂർ സ്വദേശിയായ ചിരിയങ്കണ്ടത്ത് ജോസഫ് റോയ് എന്ന CJ റോയിയെ അടുത്തറിയാവുന്ന ആർക്കും അറിയാം, അദ്ദേഹം ബിസിനസ്സിൽ മാത്രമല്ല സകല കാര്യങ്ങളിലും വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു എന്ന്. ഏത് പ്രതിസന്ധികളെയും നിർഭയം നേരിടുന്നവനായിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടി അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റ് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ബംഗളൂരു അശോക് നഗർ ലാംഫോർഡ് റോഡിലുള്ള റിച്ച്മണ്ട് സർക്കിളിന് സമീപം കോൺഫിഡൻറ്റ് പെൻറ്റഗണിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസ് മുറിയിൽ വെച്ച് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് നെഞ്ചിൽ വെടിവെച്ച് മരിച്ച നിലയിൽ കണ്ടെത്തി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ 57 വയസ്സിനിടയിൽ അദ്ദേഹം വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയിരുന്നു. കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന ബ്രാൻഡ് ദക്ഷിണേന്ത്യയിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റിയിരുന്നു. ഇന്ന് വെള്ളിയാഴ്ച വൈകിട്ട് ഏതാണ്ട് 5 മണിയോടുകൂടിയായിരുന്നു സംഭവം നടന്നത്. ഓഫീസിലെ തൻ്റെ മുറിയിൽ വെച്ച് റോയ് സ്വന്തം റിവോൾവർ ഉപയോഗിച്ച് വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം. ഉടനെ തന്നെ അദ്ദേഹത്തെ HSR ലേഔട്ടിലെ നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നികുതി വെട്ടിപ്പ് ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അദ്ദേഹത്തിൻ്റെ ഓഫീസുകളിലും വസതികളിലും ആദായ നികുതി വകുപ്പ് വ്യാപകമായ പരിശോധന നടത്തി വരികയായിരുന്നു. ഇന്ന് പുലർച്ചെ 6:30 മുതൽ പരിശോധന ആരംഭിക്കുകയും രാവിലെ റോയിയെ വിളിച്ച് 1 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചില സുപ്രധാന രേഖകൾ എടുത്തുകൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ട് വിടുകയുമായിരുന്നു എന്നാണ് വിവരം. ആ രേഖകളുമായി ഉടൻ മടങ്ങി വരാം എന്ന് പറഞ്ഞിറങ്ങിയ റോയി പിന്നീട് മടങ്ങിയെത്തിയില്ല. അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്നും വെടിശബ്ദം ഉയരുകയും ജീവനക്കാർ ഓടിച്ചെല്ലുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന റോയിയെയാണ് അവർ കണ്ടത്. ഉടൻ തന്നെ അദ്ദേഹത്തെ നാരായണ ഹൃദയാലയത്തിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ റോയി മരിച്ചിരുന്നു. മൃതദേഹം ഇപ്പോഴും നാരായണ ഹൃദയാലയത്തിലാണ്. പോസ്റ്റ്മോർട്ടം നാളെ നടക്കുകയുള്ളൂ. DGPയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. CJ റോയിയുടെ ഓഫീസിനോട് ചേർന്നുള്ള ഒരു മുറി തുറക്കുവാൻ ആദായ നികുതി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും റോയി വിസമ്മതിക്കുകയും അവർ വീണ്ടും നിർബന്ധിച്ചപ്പോൾ സമ്മർദ്ദം സഹിക്കവയ്യാഞ്ഞാണ് റോയി ജീവനൊടുക്കിയത് എന്നുമാണ് ജീവനക്കാർ പറയുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി റോയി ആദായ നികുതി വകുപ്പുമായി വലിയ നിയമയുദ്ധത്തിലായിരുന്നു എന്ന് ജീവനക്കാർ പറയുന്നു. ആദായ നികുതി ഉദ്യോഗസ്ഥരാണ് റോയിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് വീട്ടുകാർ പറയുന്നു. കേരളത്തിനകത്തും പുറത്തും ഗൾഫിലുമായി നിരവധി ബിസിനസ് സംരംഭങ്ങളുള്ള വ്യക്തിയാണ് CJ റോയ്. കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സ് സംഘമാണ് റെയ്ഡിന് നേതൃത്വം കൊടുക്കുന്നത്. ഇൻകം ടാക്സ് വിഭാഗം പലതവണ തൻ്റെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തുന്നതിനെതിരെ CJ റോയ് കോടതിയെ സമീപിച്ചിരുന്നു. റിയൽ എസ്റ്റേറ്റ് വ്യവസായ മേഖലയിൽ വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ടാക്കുന്നതാണ് CJ റോയിയുടെ ആത്മഹത്യ. ആദായ നികുതി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ട രേഖകൾ എടുക്കുവാനായി അടുത്ത മുറിയിലേക്ക് പോയ CJ റോയ് സ്വയം വെടിയുതിർക്കുകയായിരുന്നു. പോലീസ് സംഘം സ്ഥലത്തെത്തിയെന്നും പരിശോധന നടക്കുകയാണെന്നും അശോക് നഗർ പോലീസ് പറഞ്ഞു. ഈ വിഷയത്തിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസുകളിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തുന്നുണ്ട്. തൃശ്ശൂരിൽ ജനിച്ച റോയ് കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം സ്വിറ്റ്സർലൻഡിലെ SBS ബിസിനസ് സ്കൂളിൽ നിന്ന് ബിസിനസ് അഡ്മിനിസ്ട്രേഷനിൽ ഡോക്ടറേറ്റ് നേടി. ബഹുരാഷ്ട്ര കമ്പനിയായ HPയിലെ ജോലി രാജിവെച്ചാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് അദ്ദേഹം ഇറങ്ങിയത്. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അദ്ദേഹം ആദ്യം തുടക്കം കുറിച്ചത് ക്രിസ്റ്റൽ ഗ്രൂപ്പ് എന്ന ബിൽഡേഴ്സിലായിരുന്നു. തുടർന്ന് 2006 തുടക്കമിട്ട കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കേരളത്തിലും ബംഗളൂരുവിലും വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ നടപ്പിലാക്കി. തുടർന്ന് ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എൻ്റർടൈൻമെൻറ്റ്, വിദ്യാഭ്യാസം, റീറ്റെയിൽ തുടങ്ങിയ രംഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. സിനിമാ നിർമ്മാണത്തിലും സജീവമായിരുന്നു. ഭാര്യ ലിനി റോയ്, മക്കൾ രോഹിത്, റിയ. CJ റോയിയുടെ ആദ്യത്തെ വലിയ ഇവൻ്റ് 2009 ചെയ്യുവാൻ എനിക്ക് അവസരം ലഭിച്ചത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. പാലസ് ഗ്രൗണ്ടിൽ നിലാവ് എന്ന പേരിൽ വലിയൊരു മെഗാ ഷോ കേരള കൗമുദിക്ക് വേണ്ടി ഞങ്ങൾ നടത്തിയിരുന്നു. ആ ഷോ പിന്നീട് ഏഷ്യനെറ്റിൽ ടൈം സ്ലോട്ട് എടുത്ത് ടെലികാസ്റ്റ് ചെയ്തതിന് ശേഷമാണ് CJ റോയ് ഐഡിയ സ്റ്റാർ സിംഗറിൻ്റെ മെയിൻ സ്പോൺസറായി മാറുന്നത്. അന്ന് അദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴും അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു, കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഹോസ്പിറ്റാലിറ്റി, ഏവിയേഷൻ, എൻ്റർടൈൻമെൻറ്റ്, എഡ്യൂക്കേഷൻ എന്നൊക്കെ കൊടുക്കണമെന്ന്. അന്ന് ആ സംരംഭങ്ങൾ ഒന്നും തന്നെ അദ്ദേഹം തുടങ്ങിയിരുന്നില്ല. പക്ഷേ അദ്ദേഹം അന്ന് ടാഗ്ലൈനിൽ പറഞ്ഞതുപോലെ പിന്നീട് ആ മേഖലകളിലെല്ലാം അദ്ദേഹം കൈവച്ചു, വിജയം വരിച്ചു. CJ റോയിയുടെ ഈ അപ്രതീക്ഷിത വിയോഗം അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല. CJ റോയിക്ക് ആദരാഞ്ജലികൾ.
i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.